മൂന്നാം വഴി വീക്കെൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിത്യ. ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകളിലേക്ക്. പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ സോഫ്റ്റ്വെയർ ഏകീകരിക്കാനുള്ള നടപടിയിലേക്ക് സർക്കാർ കടന്നു. ഇതിനായി 206.43 കോടി രൂപ ചെലവ് കണക്കാക്കി സർക്കാർ ഉത്തരവിറക്കി. ഈ ചെലവ് പൂർണ്ണമായി പ്രാഥമിക സഹകരണ ബാങ്കുകൾ വഹിക്കണം. സർക്കാർ വിഹിതം ഉണ്ടാകില്ല. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഏകീകൃത സോഫ്റ്റ്വെയറിന് പകരമായാണ് സ്വന്തം സോഫ്റ്റ്വെയർ കേരളം നടപ്പാക്കുന്നത്. കേന്ദ്രം കൊണ്ടുവരുന്ന സോഫ്റ്റ്വെയറിന്റെ സാമ്പത്തിക ബാധ്യത സംഘങ്ങൾക്കുണ്ടായിരുന്നില്ല. ഇതിന്റെ ചെലവ് 60% കേന്ദ്രവും 40% സംസ്ഥാന സർക്കാരിനുമാണ്. 2020 നവംബർ 6-നാണ് പ്രാഥമിക സഹകരണ ബാങ്കുകളിൽ ഏകീകൃത സോഫ്റ്റ്വെയർ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. എല്ലാ ബാങ്കുകൾക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്ന സാസ് മാതൃകയിലുള്ള സോഫ്റ്റ്വെയർ ആണ് നടപ്പാക്കുന്നത്. അതായത് സോഫ്റ്റ്വെയറിലൂടെ സേവനം മാത്രമാണ് ബാങ്കുകൾക്ക് ഉപയോഗിക്കാനാവുക. ടാറ്റ കൺസൾട്ടൻസിക്കാണ് ഇതിനുള്ള കരാർ നൽകിയത്. TCS മാത്രമാണ് ഇതിനുള്ള ടെൻഡറിൽ പങ്കെടുത്തത്. ഒറ്റ കമ്പനി മാത്രം പങ്കെടുത്ത ടെൻഡർ ആയതിനാൽ കേന്ദ്ര മാർഗരേഖ അനുസരിച്ച് സംസ്ഥാന മന്ത്രിസഭാ യോഗമാണ് ടെൻഡർ അംഗീകരിച്ച് കരാറിന് അനുമതി നൽകിയത്. ഇതിനുശേഷമാണ് പദ്ധതിക്കുള്ള ചെലവ് കണക്കാക്കുന്ന ഫിനാൻഷ്യൽ ബിഡ് സംബന്ധിച്ചുള്ള ചർച്ച നടന്നത്. ഇതിനായി ഒരു ഫിനാൻസ് കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. 206.43 കോടി രൂപയാണ് ടാറ്റ കൺസൾട്ടൻസി നൽകിയ തുക. ഇത് കമ്മിറ്റി അംഗീകരിച്ചുവെന്നാണ് സഹകരണ വകുപ്പിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ഈ ചെലവ് മുഴുവൻ സഹകരണ ബാങ്കുകൾ വഹിക്കണമെന്ന വ്യവസ്ഥയിൽ പദ്ധതിയുടെ സാമ്പത്തിക ബിഡിനും സർക്കാർ അംഗീകാരം നൽകി. കേരള ലാൻഡ് റിഫോംസ് ആൻഡ് ഡെവലപ്മെന്റ് സഹകരണ സംഘം എന്ന ലാഡർ സഹകരണ മേഖലയിൽ സീനിയർ സിറ്റിസൺസ് വില്ലേജ് സ്ഥാപിക്കുന്നതിനുള്ള നടപടിയിലേക്ക് കടന്നു. കേരളത്തിലെ സഹകരണ മേഖലയിൽ പുതുമ സൃഷ്ടിച്ച സ്ഥാപനമാണ് ലാഡർ. സഹകരണ മേഖലയിൽ മാളും 5 സ്റ്റാർ ഹോട്ടലും നിർമ്മിച്ച ലാഡറിന്റെ അടുത്ത പദ്ധതിയാണ് സീനിയർ സിറ്റിസൺസ് വില്ലേജ്. മുതിർന്ന പൗരന്മാർക്കായി നിർമ്മിക്കുന്ന ഏഷ്യയിലെ ആദ്യത്തെ വില്ലേജാണിത്. സഹകരണ രംഗത്തെ ലോകത്തിലെ ആദ്യ സീനിയർ സിറ്റിസൺസ് വില്ലേജും ഇതാണ്. പാലക്കാട് ജില്ലയിലെ മുതലമടയിൽ 50 ഏക്കർ സ്ഥലത്താണ് സീനിയർ സിറ്റിസൺസ് വില്ലേജ് കം അഗ്രോ ഫാം തുടങ്ങുന്നത്. ഇതിന്റെ എക്സ്റ്റൻഷൻ സെന്റർ ഉദ്ഘാടനം വടവന്നൂർ വൈദ്യശാലയിൽ കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R ചിന്നക്കുട്ടൻ നിർവഹിച്ചു. വടവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS സക്കീർ ഹുസൈൻ അധ്യക്ഷനായിരുന്നു. ലാഡർ ചെയർമാൻ CN വിജയകൃഷ്ണൻ സ്വാഗതവും ഡയറക്ടർ KV മണികണ്ഠൻ നന്ദിയും പറഞ്ഞു. പ്രമുഖ സഹകാരികൾ പങ്കെടുത്തു. കേരള സഹകരണ നിയമത്തിൽ വരുത്തിയ ഭേദഗതിക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അംഗീകാരം നൽകി. 2023 സെപ്റ്റംബറിലാണ് ഈ ബില്ല് നിയമസഭ പാസാക്കിയത്. എന്നാൽ ഇതടക്കം 5 ബില്ലുകളിൽ ഗവർണർ ഇതുവരെ ഒപ്പിട്ടിരുന്നില്ല. ഈ ബില്ലുകൾക്കെല്ലാമാണ് ഇപ്പോൾ അംഗീകാരം നൽകിയിട്ടുള്ളത്. കേരള സഹകരണ നിയമം നിലവിൽ വന്നതിനു ശേഷം ഏറ്റവും അധികം ഭേദഗതി വരുത്തിയ ബില്ല് കൂടിയാണിത്. സഹകരണ നിയമത്തിലെ 57 വ്യവസ്ഥകളിലാണ് കേരള നിയമസഭ ഭേദഗതി വരുത്തിയിരുന്നത്. സഹകരണ മേഖലയിലെ ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാനും അതിനുത്തരവാദികളാകുന്നവരെ ശിക്ഷിക്കാനും സഹകരണ സംഘങ്ങൾക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ബന്ധപ്പെട്ടവരിൽ നിന്ന് ഈടാക്കാനും വ്യവസ്ഥ ചെയ്യുന്നതാണ് പുതിയ ഭേദഗതി. സഹകരണ സംഘങ്ങളിലെ ഭരണസമിതി അംഗങ്ങൾക്ക് കാലപരിധി കൊണ്ടുവന്നു എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. സഹകാരികളും സഹകരണ മേഖലയിലെ വിദഗ്ധരും പരിശോധിച്ചും അവർക്ക് കൂടി നൽകിയ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുമാണ് ഈ ഭേദഗതി കൊണ്ടുവന്നത്. കേരള നിയമസഭ ഏകകണ്ഠമായാണ് സഹകരണ ഭേദഗതി ബിൽ പാസാക്കിയത്. കേരള നിയമസഭ പാസാക്കിയ സഹകരണ സംഘം നിയമ ഭേദഗതിക്ക് ഗവർണർ അംഗീകാരം നൽകാത്ത നടപടിക്കെതിരെ ഇക്കഴിഞ്ഞ ജനുവരി 21, 22 തീയതികളിൽ തിരുവനന്തപുരത്ത് ചേർന്ന 9ാം സഹകരണ കോൺഗ്രസ് പ്രമേയം പാസാക്കിയിരുന്നു. ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ലാത്ത വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സഹകരണ നിയമ ഭേദഗതിക്ക് കേരളത്തിലെ ഗവർണർമാരാരും തടസ്സം നിൽക്കുകയോ അംഗീകാരം നൽകാൻ കാലതാമസം വരുത്തുകയോ ചെയ്തിട്ടില്ലെന്നായിരുന്നു സഹകരണ കോൺഗ്രസ് അഭിപ്രായപ്പെട്ടത്. ജനാധിപത്യ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിയെന്നും സഹകരണ കോൺഗ്രസ് അംഗീകരിച്ച പ്രമേയത്തിൽ കുറ്റപ്പെടുത്തിയിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കാൻ ഓഫർ മുന്നോട്ട് വെച്ച് അമൂൽ. വോട്ട് ചെയ്തവർ പാലളക്കാൻ എത്തിയാൽ 1 ലിറ്ററിന് 1 രൂപ വെച്ച് ഇൻസെന്റീവ് നൽകാനാണ് തീരുമാനം. ഗുജറാത്തിലെ ക്ഷീര കർഷകർക്കാണ് ഈ ഓഫർ. ഗുജറാത്ത് സഹകരണ മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനുമായി ചേർന്നാണ് അമൂൽ ഈ നൂതന പരിപാടി ആവിഷ്കരിച്ചിരിക്കുന്നത്. മെയ് 7-നാണ് ഗുജറാത്തിലെ 26 ലോക്സഭാ സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. പോളിംഗ് ദിവസം വോട്ട് ചെയ്ത് പാലളക്കാൻ വരുന്ന ക്ഷീര കർഷകർ കയ്യിലെ മഷിയടയാളം കാണിച്ചാൽ അമൂലിന്റെ ഇൻസെന്റീവ് ലഭിക്കും. 36 ലക്ഷം ക്ഷീരോത്പാദകരാണ് ഗുജറാത്ത് സഹകരണ മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷന് കീഴിലുള്ളത്. സംസ്ഥാനത്ത് ചൂട് കടുത്തത് ക്ഷീരമേഖലയെ കാര്യമായി ബാധിച്ചു. പശുക്കളിൽ പാലുൽപാദനം കുറഞ്ഞു. മിൽമയുടെ പാൽ സംഭരണത്തിൽ പ്രതിദിനം 6.5 ലക്ഷം ലിറ്ററിന്റെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ഏപ്രിൽ മാസത്തിലെ കണക്കാണിത്.
കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ പ്രതിദിനം 3.5 ലക്ഷം ലിറ്റർ കുറഞ്ഞിരുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പാലെത്തിച്ചാണ് ഈ കുറവ് മിൽമ പരിഹരിക്കുന്നത്. 20% കുറഞ്ഞത്. ഇപ്പോൾ 11 ലക്ഷം ലിറ്ററാണ് പ്രതിദിന സംഭരണം. വിൽപ്പന 17.5 ലക്ഷം ലിറ്ററും 6.5 ലക്ഷം ലിറ്റർ പുറമെ നിന്ന് വാങ്ങുകയാണ്. 2023 ഏപ്രിൽ 1 മുതൽ 2024 മാർച്ച് 31 വരെ മുൻ വർഷത്തേക്കാൾ സംഭരണം 10.5% കുറഞ്ഞിരുന്നു. മിൽമയുടെ 3 മേഖലയിലും കുറവുണ്ടായിട്ടുണ്ട്. എങ്കിലും മലബാർ മേഖലയിൽ വലിയ തോതിൽ കുറഞ്ഞിട്ടില്ല. തിരുവനന്തപുരം മേഖലയിലാണ് ഏറ്റവും കുറവ്. എറണാകുളം മേഖലയിൽ 25% കുറഞ്ഞിട്ടുണ്ട്. മുമ്പ് ദിവസം 3.25 ലക്ഷം ലിറ്റർ പാൽ സംഭരിച്ചിരുന്നു. ഇപ്പോൾ 1 ലക്ഷത്തോളം ലിറ്റർ കുറഞ്ഞിട്ടുണ്ട്. വേനൽ കടുത്തതോടെ തൈരിനും മോരിനും ആവശ്യക്കാർ കൂടി. പക്ഷേ ആവശ്യത്തിനനുസരിച്ച് വിതരണം ചെയ്യാൻ സാധിക്കുന്നില്ല. കർണാടകം, മഹാരാഷ്ട്ര, ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നാണ് അധികം വേണ്ട പാൽ സംഭരിക്കുന്നത്. തമിഴ്നാട്ടിലും പാൽ കുറഞ്ഞിരിക്കുകയാണ്. കഠിന ചൂടിൽ പശുക്കളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് മിൽമ ബോധവൽക്കരണം ആരംഭിച്ചിട്ടുണ്ട്. വേനലിൽ പശുക്കളുടെ പരിപാലന ചെലവും വർദ്ധിച്ചു. തീറ്റപ്പുല്ലുകൾ കരിഞ്ഞുണങ്ങുന്നു. ഇതുമൂലം പച്ചപ്പുല്ലിന് വില കൂടി. ചൂട് വർദ്ധിക്കുമ്പോൾ പശുക്കളുടെ പ്രതിരോധ ശേഷി കുറയുന്നതും ഭക്ഷണം കഴിക്കാൻ പ്രയാസമാകുന്നതും മൂലമാണ് പാൽ കുറയുന്നത്. 11ാമത് ഏഷ്യ പസഫിക് കോപ്പറേറ്റീവ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസ് അവസാനിച്ചു. ജോർദാനിലായിരുന്നു സമ്മേളനം. ഇന്ത്യയിൽ നിന്ന് കേരളത്തിലെ സഹകരണ മന്ത്രി VN വാസവനും വകുപ്പ് സെക്രട്ടറി മിനി ആന്റണിയും സമ്മേളനത്തിൽ പങ്കെടുത്തു. സഹകരണ രംഗത്ത് കേരളം നേടിയ മുന്നേറ്റമാണ് ഇന്ത്യൻ സഹകരണ നേട്ടമായി സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. സഹകരണ മേഖലയിലെ വികസനത്തിനായുള്ള നയരൂപീകരണത്തിനുള്ള വേദിയാണ് ഏഷ്യ പസഫിക് കോപ്പറേറ്റീവ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസ്. 29 രാജ്യങ്ങളിൽ നിന്നുള്ള സഹകരണകാര്യ ചുമതലയുള്ള മന്ത്രിമാർ കോൺഫറൻസിൽ പങ്കെടുത്തു. സഹകരണ മേഖലയിലെ കേരളത്തിന്റെ ശക്തമായ പാരമ്പര്യത്തെക്കുറിച്ചും സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ സഹകരണ മേഖല സൂക്ഷ്മമായി നടത്തുന്ന ഇടപെടലുകളെക്കുറിച്ചും മന്ത്രി വിശദീകരിച്ചു. 2018 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി കെയർ ഹോം പദ്ധതി വഴി 2292 വീടുകൾ സഹകരണ മേഖല നിർമ്മിച്ചു നൽകിയതും കോവിഡ് കാലത്ത് സർക്കാരിനൊപ്പം നിന്ന് പ്രവർത്തിച്ചതും കേരള ബാങ്ക് രൂപീകരിച്ച് നടത്തിയ പ്രവർത്തനങ്ങളുമെല്ലാം കേരളത്തിന്റെ അവതരണത്തിലുണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്ക് ടൂറിസം ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി വിനോദയാത്ര സംഘടിപ്പിച്ചു. സംഘമൊരുക്കിയ ആദ്യ യാത്രയാണിത്. പ്രസിഡന്റ് K സദാനന്ദൻ യാത്രയ്ക്ക് ഫ്ലാഗ് ഓഫ് ചെയ്തു. താലൂക്കിൽ ടൂറിസം മേഖലയിൽ നിരവധി പദ്ധതികൾ ഉണ്ടെന്നും അവയുടെ പ്രയോജനം സാധാരണക്കാർക്കും ലഭ്യമാക്കാനാണ് സംഘം രൂപീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. സംഘം വൈസ് പ്രസിഡന്റ് NR പ്രബിൻ അധ്യക്ഷനായിരുന്നു. ഭരണസമിതി അംഗം സുമേഷ് പിടവാനൂർ, കോർഡിനേറ്റർ PS പ്രഷിത, MV പുഷ്പാകരൻ, K ബാലൻ, രഞ്ജു സുമേഷ്, സൗമ്യ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. 50 അംഗ സംഘം ഊട്ടിയിലേക്കാണ് യാത്ര പോയത്. ക്ഷീരകർഷകരുടെ കൂട്ടായ്മയിൽ നിർമ്മിച്ച ആദ്യത്തെ സഹകരണ സിനിമയായ മന്ഥൻ ഫ്രാൻസിലെ കാനിൽ നടക്കുന്ന 77ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കും. ഗുജറാത്തിലെ ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങളിലെ 5 ലക്ഷം കർഷകർ ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചത്. ധവള വിപ്ലവത്തിന്റെ പിതാവായ ഡോക്ടർ വർഗീസ് കുര്യന്റെ ജീവിതം ആസ്പദമാക്കി ഹിന്ദിയിൽ നിർമ്മിച്ച സിനിമ സംവിധാനം ചെയ്തത് ശ്യാം ബനഗലാണ്. മെയ് 14 മുതൽ 25 വരെ നടക്കുന്ന കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ക്ലാസിക് വിഭാഗത്തിലാണ് മന്ഥൻ പ്രദർശിപ്പിക്കുക. കാനിൽ സിനിമ പ്രദർശിപ്പിക്കുക എന്നത് വലിയൊരു അംഗീകാരമായാണ് ലോകത്തെ ചലച്ചിത്ര പ്രവർത്തകർ കാണുന്നത്. എറണാകുളം ജില്ലയിലെ വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്ക് 250 തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു. നാഷണൽ NGO കോൺഫെഡറേഷനുമായും ബിൽഡ് ഇന്റഗ്രേറ്റഡ് ഫൗണ്ടേഷനുമായും സഹകരിച്ച് 50% സബ്സിഡിയോടെയാണ് മെഷീനുകൾ നൽകിയത്. 2ാം ഘട്ടമായി വീണ്ടുമുള്ള തയ്യൽ മെഷീനുകളുടെ വിതരണത്തിന്റെയും 3ാം ഘട്ടമായ ലാപ്ടോപ്പ് വിതരണത്തിന്റെയും ബുക്കിംഗും നടന്നു. ബദ്രിനാഥ് ആയുർവേദ ഹോസ്പിറ്റൽ CMO ഡോക്ടർ രചന ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് SB ജയരാജ് അധ്യക്ഷത വഹിച്ചു. നാഷണൽ NGO കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി AV പ്രസാദ് പദ്ധതി വിശദീകരിച്ചു. ബാങ്ക് വികസന സമിതി ചെയർമാൻ MK സദാശിവൻ, റീന പ്രകാശ്, സ്മിത സുരേഷ്, അജിത രാധാകൃഷ്ണൻ, AK സന്തോഷ്, R സുനിൽകുമാർ, VM ചന്ദ്രൻ, PP രമേശൻ, ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് PG സുജാത എന്നിവർ സംസാരിച്ചു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കുള്ള ദേശീയപാത അതോറിറ്റിയുടെ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവിൽ നിന്ന് ഏറ്റുവാങ്ങി. ഇന്ത്യയിലെ ദേശീയപാത വികസനത്തിൽ പങ്കാളിയായ ഏക സഹകരണ സ്ഥാപനമാണ് ഊരാളുങ്കൽ. ഗുണനിലവാരത്തോടെയുള്ള നിർമ്മാണവും സമയത്ത് പണിതീർക്കുന്ന കാര്യക്ഷമതയും ഊരാളുങ്കലിന്റെ പ്രത്യേകതയാണ്. ഒട്ടേറെ വൻകിട സ്വകാര്യ നിർമ്മാണ കമ്പനികളെ പിന്തള്ളിയാണ് ഊരാളുങ്കൽ ഈ പുരസ്കാരം നേടിയിട്ടുള്ളത്.
ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകൾ ഇവിടെ അവസാനിച്ചു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വീഡിയോകളും നിങ്ങൾക്കും നൽകാം. അതിനായി 3amvazhi@gmail.com എന്ന മെയിൽ ഐഡിയിലേക്കോ 6238500515 എന്ന നമ്പറിലേക്കോ ബന്ധപ്പെടുക.